വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം, വടക്കേവിള പി.ഒ. കൊല്ലം 10. ശ്രീ രാമചന്ദ്ര വൈദിക പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ 2025 ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടത്തും. നക്ഷത്ര സത്ര ഇഷ്ടിയാഗം യാഗങ്ങൾ പൊതുവെ ഇന്ദ്രനെയും അഗ്നിയെയും മറ്റും സ്തുതിക്കുന്ന ദൈവിക ക്രിയയാണ്. എന്നാൽ കാർത്തിക ഭരണി മുതൽ ഭരണി വരെയുള്ള 27 നക്ഷത്രങ്ങളെ ദേവമന്ത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് ആഹൂതി ചെയ്യുന്ന യാഗമാണ് നക്ഷത്ര സത്ര ഇഷ്ടിയാഗം. ഓരോ മനുഷ്യന്റെയും ജന്മം ഓരോ നക്ഷത്രത്തിലായിരിക്കും. 4 പാദങ്ങളുള്ള നക്ഷത്രത്തിൽ ജനിക്കുന്ന മനുഷ്യന്റെ നക്ഷത്രത്തിന്റെ ബലാബലങ്ങളാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. അതിന്റെ സന്തുലിതാവസ്ഥയായി പുഷ്ടിപ്പെടുത്തുന്ന മഹത്തായ ദൈവിക ക്രിയയാണ്. യാഗത്തിൽ പങ്കെടുക്കുന്ന ഭക്തർ ഒരു ദിവസം മുഴുവൻ പൂർണ്ണ സസ്യാഹാരം മാത്രം കഴിച്ച് ഭക്തിയോടെ ഒരു രാത്രി നിരാഹാരമിരുന്ന് വേണം രാവിലെ യാഗത്തിനെത്തുവാൻ. ആരോഗ്യത്തിന് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. യാഗത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കും കുടുംബത്തിനും ദേശത്തിനുമാകെയും അഷ്ടൈശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ജീവിത പുരോഗതിയും ആരോഗ്യ സൗഖ്യവും അമൃതവർഷത്തിൽ ചൊരിയുന്ന മഹായാഗത്തിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപുരസ്കരം സ്വാഗതം ചെയ്യുന്നു. യാഗത്തിന്റെ വിളംബരം പുണ്യപുരാതന ആരാധന കേന്ദ്രമായ ഉജ്ജയിനിയിൽ നിന്നും സ്വാമി നാരായണന്റെ വിഗ്രഹ യാഗാശവും യാഗഭൂമിയിൽ എത്തിച്ചേരുന്നു. ഒരു നക്ഷത്രത്തിൽ 300 ആൾക്കാർക്ക് മാത്രമാകും പങ്കെടുക്കുവാൻ സാധിക്കുക. ഏപ്രിൽ മാസം 25-ാം തീയതി നാളെ മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള 9 ദിനരാത്രങ്ങളിലായിട്ട് ഈ കൂനമ്പായിക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ വെച്ച് നക്ഷത്ര സത്ര ഇഷ്ടി യാഗം നടക്കുകയാണ്. 18-ലധികം വരുന്ന സംപൂജ്യരായ വേദപണ്ഡിതന്മാരായിട്ടുള്ള ഋത്തുക്കുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ പൂജാരിമാർ, ഈ കർമ്മം ചെയ്യുന്ന ക്രിയ ചെയ്യുന്ന ആളുകളെ അവർ ഋത്തുക്കുകളെന്ന് പറയും. 18-ലധികം വരുന്ന വേദപണ്ഡിതന്മാരായിട്ടുള്ള ഋത്തുക്കുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടക മുതൽ മഹാരാഷ്ട്ര വരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിൻ്റെ ഈ ക്രിയകൾ ചെയ്യാനായിട്ട് എത്തിച്ചേരുന്നത്. ഇന്ന് 4 മണി മുതൽ അവർ എത്തിച്ചേർന്ന് തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പലയിടത്തും പ്ലാൻ ചെയ്തിരുന്നെങ്കിലും സ്ഥലപരിമിതി കാരണം പല ക്ഷേത്രങ്ങളിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇവിടെ ആകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ കൂടുതൽ ആൾ വന്നാൽ നിൽക്കാൻ പറ്റും. ഇവിടെ താമസ സൗകര്യമുണ്ട്. പിന്നൊരു നല്ലൊരു സുന്ദരകരമായ ഒരു അന്തരീക്ഷമുണ്ട്. വിശിഷ്യ ഇവിടുത്തെ ഭരണസമിതിക്ക് ഇതിനോട് വലിയ താല്പര്യം, ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ചെലവുകളോ ഒന്നും വരത്തില്ലെന്നും ഇവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിനെ ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ പൂർണ്ണമായും മൊത്തം നമ്മുടെ ട്രസ്റ്റിൻ്റെ സാമ്പത്തിക നിയന്ത്രണത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും അവർക്കൊരു ബാധ്യത വരുത്തില്ലെന്ന് പറഞ്ഞാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതുവരെയും അത് ഞങ്ങൾ വളരെ പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് എന്ത് കാര്യം ഇപ്പോഴത്തെ വാർത്താ സമ്മേളനം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും സെക്രട്ടറി ഇന്ന് രാവിലെ പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഏറെ ബഹുമാന്യനായിട്ടുള്ള സോമയാജിപ്പാട്, വാസുദേവ സോമയാജിപ്പാട് അതിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഈ യാഗദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിൽ പോയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കാൻ. പിന്നീട് രാവിലെ പ്രസ് ക്ലബ്ബിലായിരുന്നു മീറ്റിംഗ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇവിടെ ഞങ്ങൾ 3 മീറ്റിംഗ് ഇപ്പോൾ പ്രസ് ക്ലബ്ബിൽ നടത്തി കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 7 മണിയാകുമ്പോൾ ഈ അരണി കടഞ്ഞ് അഗ്നി ജ്വലിപ്പിച്ച് നാളെ ഇവിടെ നമ്മൾ ഈ യാഗം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ സോമയാഗം ചെയ്യുമ്പോൾ അന്ന് ഞങ്ങളെയൊക്കെ കളിയാക്കിയവരുണ്ട്. ഇവിടുത്തെ ഒരു മുൻ മന്ത്രി പറഞ്ഞു, നിങ്ങൾ കാളവണ്ടി യുഗത്തിലേക്ക് പോവുകയാണ്, പിന്നെ യാഗം ചെയ്താൽ എന്താണ് കിട്ടുന്നത്? യാഗം കൊണ്ട് നാട്ടുകാർക്ക് എന്താണ്? പ്രകൃതിക്കും ചരാചരങ്ങൾക്കും ഇവിടുത്തെ മാനവരാശിക്കും എല്ലാ ജീവജാലങ്ങൾക്കും വളരെയധികം നേട്ടങ്ങളുണ്ടാകും എന്ന് പറയുന്നത് മാത്രമല്ല, ഞാനിങ്ങനെ കടുത്ത അന്ധവിശ്വാസിയും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ യാഗത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നാളെ നിങ്ങളും വന്ന് നോക്കണം. ഇവിടെ നടക്കുന്ന എന്താ അനുഭവം?
ഇവിടെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന യാഗത്തിനകത്ത് യാഗശാല കത്തിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സോമയാഗം നടന്ന സമയത്ത് യാഗശാല കത്തിക്കുന്നതിന് മുമ്പ് വരുണനെ ആവാഹിച്ചുകൊണ്ട് വരുന്ന ഒരു കർമ്മമുണ്ട്. ഏറ്റവും അവസാനം വരുണനെ ആവാഹിച്ചുകൊണ്ട് വരുന്ന കർമ്മം വരുന്നുണ്ട്. നട്ടുച്ചയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കത്തിക്കാളുന്ന വെയിലും ചൂടും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുകയും ഭയങ്കരമായിട്ടുള്ള ഇടിവെട്ടി മഴ പെയ്യുകയും ചെയ്യും. അതും 3 കിലോമീറ്റർ ചുറ്റളവ് മാത്രം. അന്ന് ഈ കൊല്ലം ജില്ലയിൽ വേറെ എങ്ങും മഴ പെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും പിന്നെ പ്രകൃതിയിൽ കാറ്റടിക്കാതെ കരിയില പറക്കുന്നു, മൃഗങ്ങളൊക്കെ കയറെ കെട്ടി വലിഞ്ഞു പുറകിലോട്ട് മാറി നിൽക്കുന്നു, നായ്ക്കളൊക്കെ ഓരിയിടുന്നു. ഈ നാട്ടിലുള്ള പക്ഷികൾ മൊത്തം ഇതിന് ചുറ്റും വട്ടം കറങ്ങുന്നു. എന്തൊക്കെയോ ഒരു ഭൂമിയിൽ ഒരു വലിയ പ്രകൃതിയിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് പോലെയായിരുന്നു ചരാചരങ്ങൾ, വിശേഷിച്ച് ജീവജാലങ്ങളുടെയൊക്കെ മാറ്റം. എന്ന് പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ഇതുവരെ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായി നടന്നിട്ടില്ല. പറയുമ്പോൾ എല്ലാം സത്യസന്ധമായിരിക്കണം. ഗൗഡസാരസ്വത ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള മീറ്റിംഗ് കൂടുമ്പോൾ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നക്ഷത്ര സത്ര ഇഷ്ടിയാഗത്തിൻ്റെ ഗുണമേന്മയെന്ന് പറയുന്നത് നമ്മളെല്ലാം ജനിക്കുന്നത് ഓരോ നക്ഷത്രത്തിലാണ്. ഞാനും നിങ്ങളെല്ലാം ഓരോ നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങളാണ് നമ്മൾക്കെല്ലാം വരുന്നത്. ചിലപ്പോൾ നമുക്ക് നല്ല ഫലങ്ങൾ വരും, ചിലപ്പോൾ മോശം ഫലങ്ങൾ വരും, കഠിനമായിട്ട് ദോഷകരമായുള്ള ഫലങ്ങൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മോശകരമായിട്ടുള്ള ഫലങ്ങൾക്ക് ഒരറുതി വരുത്തുന്നതിന് വേണ്ടി മാത്രം, എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടി മാത്രമാണ് നക്ഷത്ര സത്ര ഇഷ്ടിയാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളാരുമല്ല ഇത് ചെയ്തത്. പണ്ട് മുൻകാലത്ത് ദേവന്മാർ ചെയ്തിരുന്നു, അത് കഴിഞ്ഞ് ഋഷീശ്വരന്മാർ ചെയ്തിരുന്നു, അത് കഴിഞ്ഞ് മുനിമാർ ചെയ്തിരുന്നു, പിന്നെ നാട്ടുരാജാക്കന്മാർ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി പ്രയോജനപ്രദമായ രീതിയിൽ നമ്മൾ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം കൂനമ്പായിക്കുളത്ത് ദേവീക്ഷേത്രത്തിൽ നടക്കുകയാണ്. പരമാവധി ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ യജമാനനായിട്ട് വരുന്നത് വാസുദേവ സ്വാമിയാജിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം പവിത്രേശ്വരമാണ്. അദ്ദേഹം മാത്രമേ ഇതിനകത്ത് വൈദിക ക്രിയയിൽ പങ്കെടുക്കുന്ന ഏക മലയാളിയുള്ളൂ. അപ്പോൾ അദ്ദേഹം സോമയാജിപ്പാടായി മാറിയത് സോമയാഗം ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് സോമയാഗത്തിലൂടെ വിവിധ ക്രിയകൾ ചെയ്ത് അതിനകത്തുള്ള സോമയാഗം ചെയ്തതുകൊണ്ട് മാത്രം സോമയാജിപ്പാട്. ഇനി അയാളുടെ അടുത്ത തലമുറയെല്ലാം സോമയാജിപ്പാടെന്ന് അറിയപ്പെടുന്നത്. വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് വാജ്പേയി എന്നല്ല. നമ്മളിൽ എത്ര പേർക്ക് അറിയാം, എനിക്കറിയത്തില്ല. പക്ഷേ സോമയാഗം കഴിഞ്ഞാൽ പിന്നെ വാജ്പേയം എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്. വാജ്പേയം ചെയ്യുന്ന ആൾക്കാർ വാജ്പേയം പൂർത്തിയായ വാജ്പേയിയാവും. ഇനി അവരുടെ എത്ര തലമുറ കഴിഞ്ഞു വന്നാലും അവരെല്ലാം വാജ്പേയിമാരായി. അങ്ങനെയുള്ള എത്രയോ വാജ്പേയിമാർ ബിസിനസ് മേഖലയിലൊക്കെ വളരെയധികം മെച്ചപ്പെട്ട നിലയിലുണ്ട്. ഇനി ഇതിന് ശേഷമുള്ളതാണ് അതിരാത്രം എന്ന് പറയുന്ന കർമ്മം. ഈ അതിരാത്രം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ഈ വൈദികർ ഒരു ക്രിയയും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഈ ചെയ്യുന്ന ക്രിയക്കകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ അന്ന് സോമയാഗം ചെയ്യാനായിട്ട് കൊല്ലത്തുനിന്ന് പോകുമ്പോൾ കേരളത്തിൽ ആകെ സോമയാഗം ചെയ്യുന്നത് പാഞ്ഞാളുള്ള ആൾക്കാരാണ്, തൃശ്ശൂരുള്ള ആൾക്കാരാണ്. തൃശ്ശൂരെ പാഞ്ഞാളെന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലുള്ള ഒരു പ്രത്യേക വിഭാഗം ബ്രാഹ്മണരായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലായിടും അമ്പലങ്ങൾ, ഈ അമ്പലത്തിലും പൂജാരിയുണ്ട്, എല്ലാ അമ്പലത്തിലും പൂജാരിയുണ്ട്. അവർ മിക്കവാറും ബ്രാഹ്മണരാണ്, ശ്രേഷ്ഠന്മാരാണ്, നല്ലവരാണ്. പക്ഷേ അവർക്ക് പൂജാക്രിയകൾ മാത്രമേ അറിയത്തുള്ളൂ. യാഗം ചെയ്യണമെങ്കിൽ വേദം പഠിക്കണം. സാമവേദം, യജുർവേദം ഇങ്ങനെയുള്ള 4 വേദങ്ങൾ പഠിച്ചാൽ അതിൻ്റെ ചേരുവകൾ കൂട്ടിച്ചേർത്ത് വെച്ച് അതിനുള്ള ക്രിയകളും ബാക്കിയുള്ള കാര്യങ്ങളും ആവർത്തിച്ചാൽ മാത്രം അത് ആ പറയുന്ന ക്രിയകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർ യജമാനനാകാൻ യോഗ്യനാകും. അങ്ങനെ യാഗത്തിൻ്റെ യജമാനനായതിനു ശേഷം അദ്ദേഹം സോമയാഗത്തിലൂടെ സോമയാജിപ്പാടായി മാറും. അങ്ങനെ ഈ തിരുവിതാംകൂറിലെ 3ാമത്തെ സോമയാഗത്തിൽ ആദ്യമായിട്ട് തിരുവിതാംകൂറിലെ ഒരു യജമാനനുണ്ടായി. ആ യജമാനൻ സോമയാഗം ചെയ്തിരുന്നു. അദ്ദേഹം അങ്ങനെ സോമയാജിപ്പാടായി മാറി. അദ്ദേഹം തന്നെയാണ് എൻ്റെ കൂടെ ഇതിന് വന്നിരുന്നത്, ധന്വന്തരി യാഗത്തിന് വന്നത്. ഇവിടെയും യജമാനൻ അദ്ദേഹത്തിൻ്റെ പത്നി സ്മിത പത്തനാടി, അവർ കാസർഗോഡ് സ്വദേശിനിയാണ്. അവരും ഇദ്ദേഹം കൂടെ ചേർന്നാണ് 9 ദിനങ്ങളിലായിട്ട് നടക്കുന്ന ഈ യാഗം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ മീഡിയയുടെയൊക്കെ എല്ലാവരുടെയും സഹകരണം വേണം. എല്ലാ ആൾക്കാരും, നിങ്ങളും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. നമുക്ക് മറ്റ് ഈ സംഭാവനയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ആരോടും സംഭാവന കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ യാഗം അരങ്ങേറും. പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ, കൊല്ലം.